മുഖ്യമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് വരെയുള്ളവരും നാട്ടുകാരാകെ തന്നെയും അന്തിച്ചു നിൽക്കുമ്പോഴാണ് ബിജുവിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തവർ ഇപ്പോൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നത്. പണ്ട് സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് സരിത രക്ഷപ്പെട്ടത് എന്ന് ബിജു കേട്ടിട്ടുണ്ട്. എന്നാൽ ബിജു രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. ധൈര്യമുണ്ടെങ്കിൽ പൊട്ടിക്കൂ എന്ന് മന്ത്രിമാരും നേതാക്കളും വെല്ലുവിളിച്ചു കളഞ്ഞു. കേരള സമൂഹം വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിച്ച ഒരു കേസിൻ്റെ പ്രതിയുടെ അഭിഭാഷകനും അതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദനുമൊക്കെ ഉന്നയിച്ച ഒരു ഗൗരവതരമായിട്ടുള്ള ആരോപണം അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ഇതൊരു ക്രിമിനൽ കോൺസ്പിറസി ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കേസിൽ സുപ്രധാനമായിട്ടുള്ള ദൃശ്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഇപ്പോൾ പുറത്തുവിടും, നാളെ പുറത്തുവിടും, മറ്റന്നാൾ പുറത്തുവിടുന്നു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഏറ്റുപറഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെ ഒരു ക്രിമിനൽ കുറ്റമാണ്. ഒരു ക്രിമിനൽ കേസിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ അടിയന്തരമായ അന്വേഷണ ഏജൻസിയോ, ഇനി അന്വേഷണ ഏജൻസിയെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലോ പറയുന്നതിന് പകരം ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ആയിട്ട് ഓരോ ദിവസവും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. ബിജുവിന്റെ രേഖാമൂലമായ അനുമതിയോടുകൂടി മാത്രമേ പ്രസിദ്ധപ്പെടുത്തൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് ഉണ്ടായിട്ടുള്ള ഇത്തരം കാര്യങ്ങളുടെ അവസാനമാണിത്. ഇത് അവസാനം എന്ന് പറയുന്നത് വളരെ ഗൗരവമായ ഒരു ആരോപണമാണ്, വളരെ ഗൗരവമായിട്ടുള്ള ആക്ഷേപമാണ്. മന്ത്രിമാരുടെ ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നു അത് എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അത് അന്വേഷിക്കുന്നില്ല? ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് അതങ്ങനെ അവസാനിപ്പിച്ച് നാളെ ഇതങ്ങ് പോയി ഞങ്ങളെപ്പോലുള്ളവർ സമൂഹത്തിന്റെ മുന്നിൽ ഇതങ്ങ് അപഹാസ്യരായി ആക്ഷേപിക്കപ്പെട്ട് അതങ്ങ് പോയാൽ മതിയോ? ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തെറിഞ്ഞുടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ അവൻ പറഞ്ഞാരേ. അല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയും. ഞാൻ ഈ കാര്യത്തെ കുറിച്ചിട്ട് ആ കോൺസ്പിറസിയെ കുറിച്ചൊക്കെ അത് പിന്നീട് വരട്ടെ. ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് മാധ്യമങ്ങളിൽ നിന്നും എനിക്ക് നീതി കിട്ടണമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തരത്തിലൊരു ഇതിനകത്ത് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, പേഴ്സണലായിട്ട് പറഞ്ഞുള്ള പരാമർശങ്ങൾ, അത് ദൂരീകരിക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ്. സമൂഹത്തിന് മുന്നിൽ ദൂരീകരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. മാധ്യമങ്ങളും സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണുള്ളതെങ്കിലും പുറത്തുകൊണ്ടിട്ടെ. യഥാർത്ഥത്തിൽ അപ്രകാരം വീഡിയോ ദൃശ്യങ്ങളുണ്ട്, സരിതയുടെ ഡയറി കുറിപ്പുണ്ട്. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ചു ചാവുന്നു. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്? സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. പുലി വരുന്നേ എന്ന് പറയുന്നതിന് പകരം പുലി വന്നാൽ നിങ്ങൾക്കും സൗകര്യം. കാരണം ഇതിനകത്ത് ഈ ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെ ഭയപ്പെട്ടിട്ടാണ്, ആരെ പേടിച്ചിട്ടാണ് ഈ ദൃശ്യങ്ങൾ പുറത്ത് കൊണ്ടുവരാതിരിക്കുന്നത്? നീ സമ്മതിക്കേണ്ടതാ. സമ്മതിച്ചാൽ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട അന്വേഷണ ഏജൻസികളും ഇവരും പുറത്തു കൊണ്ടുവരുന്നില്ലെങ്കിൽ ഈ കാര്യത്തിൽ എന്ത് ദൃശ്യങ്ങളാണ് അവരുടെ കയ്യിൽ ഉള്ളതെന്ന് മനസ്സിലാക്കി പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ തയ്യാറാവണം. സൂര്യാദിഗ്രഹങ്ങൾ ബീജത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ 10-30 വർഷക്കാലം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി യുവജന രംഗത്തോടെ കടന്നു വന്നിട്ടുള്ള ആളുകളെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നില്ല? നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചർച്ച നടത്തുന്നു, ദൃശ്യങ്ങൾ വരുന്നു, എന്തുകൊണ്ട് ദൃശ്യങ്ങൾ വരട്ടെ എന്നിട്ട് ചർച്ച നടത്താം? ഇത് ഇവരുടെയൊക്കെ ആവശ്യം ഇതാണ്. മാധ്യമങ്ങൾ ഇത് ചർച്ച നടത്തണം, ഇത് ചർച്ച നടത്തി ഇതങ്ങ് അവസാനിപ്പിക്കണം. നാളെ നിങ്ങളും അന്വേഷിക്കില്ല ദൃശ്യങ്ങൾ വന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ദൃശ്യങ്ങൾ പുറത്ത് കൊണ്ടുവരണം. ദൃശ്യങ്ങൾ കൊണ്ടുവരാൻ എന്തിനും മടിക്കണം? ആരെ പേടിക്കണം? ആരെങ്കിലും ഇതിനെതിരായിട്ടുണ്ടോ? Seven!
ബന്ധപ്പെട്ടവർ ഒരു മിനിറ്റ് പോലും വൈകാതെ എനിക്ക് ഇതിപ്പോൾ എൻ്റെ പേരിലല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ മറ്റു മന്ത്രിമാരുടെ പേരുണ്ട്, അവരത് പറയുമായിരിക്കും. എൻ്റെ പേര് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കയ്യിലുണ്ടെങ്കിൽ എനിക്കൊരു ഔദാര്യം വേണ്ട. ആ രേഖകൾ പുറത്ത് കൊണ്ടുവരട്ടെ, പുറത്ത് കൊണ്ടുവന്ന് അന്വേഷിക്കണം. കൊണ്ടുവരുന്നില്ലെങ്കിൽ അന്വേഷണ ഏജൻസി തന്നെ അത് കണ്ടുപിടിക്കണം. വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വേദമന്ത്രധ്വനികളുടെ ഊർജ്ജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. എല്ലാ ദൃശ്യങ്ങളും ലൈംഗികമായ ദൃശ്യങ്ങൾ തന്നെയാണ്. ഇവരൊക്കെ സരിതയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. തേങ്ങ ഉടക്കി സ്വാമി. വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കണ്ടിരുന്നു. ഒരു മിനിറ്റ് പോലും കാത്തിരിക്കാതെ ഇത്തരം ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ടും അത് പുറത്തു വിടണം. എനിക്ക് ഒരു ഔദാര്യം ഇക്കാര്യത്തിൽ വേണ്ട. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആക്ഷേപങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാൻ ആദ്യം സത്യത്തിൽ എനിക്ക് അതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ മനസ്സിനൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ തൻ്റെ ഇടത്തോട് പറയുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞു എൻ്റെ മനസാക്ഷിയാണ് എനിക്ക് വലുത്. അതുകൊണ്ട് എനിക്ക് ഒട്ടും ഒരു പ്രയാസമില്ല. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളിലൊന്നും അതിനകത്ത് തലകുനിക്കുന്ന പ്രശ്നമില്ല. തൻ്റെ ഇടമുണ്ടെങ്കിൽ തെളിയിക്കുക എന്നുള്ളതാണ്. ഈ തേങ്ങയും തലയും അണ്ടകടാഹങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചു മുമ്പ് ഉമ്മ തുറന്നു പറഞ്ഞോളൂ. ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ എങ്കിൽ അനുഭവിച്ചു. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ബിജുവിന്റെ രേഖാമൂലമായ അനുമതിയോടുകൂടി മാത്രമേ പ്രസിദ്ധപ്പെടുത്തൂ. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇത്തരം ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ടും അത് പുറത്തു വിടണം. ഇപ്പൊ പൊട്ടും. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു. ബിജുവിന്റെ രേഖാമൂലമായ അനുമതിയോടുകൂടി മാത്രമേ പ്രസിദ്ധപ്പെടുത്തൂ. ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും പൊട്ടുമോ എന്ന ആശങ്ക തന്നെയാണ് ബാക്കിയുള്ളത്. പൊട്ടിക്കാൻ വിടില്ലെന്ന തീരുമാനം ഒടുവിൽ സരിത തന്നെ വ്യക്തമാക്കി. ബിജു രാധാകൃഷ്ണന്റെ ആക്ഷേപത്തിന്റെ പേരിൽ കുഴപ്പത്തിലായ നേതാക്കളുടെ രക്ഷയ്ക്ക് സരിത തന്നെ വേണ്ടി വന്നു. അമ്മാതിരി ഒരു തേങ്ങയും ഇല്ലെന്ന് സരിത പ്രഖ്യാപിച്ചു. ഇനിയും സംശയമുള്ളവർ ചോദിച്ചോളൂ, അങ്ങനൊരു CD യഥാർത്ഥത്തിലുണ്ടോ? തെറ്റായ ആരോപണമാണ്. കോടതിയിൽ ആരെക്കുറിച്ചാണ് പരാതിപ്പെട്ടോ? കോടതിയിൽ ആരെക്കുറിച്ചെങ്കിലും പരാതിപ്പെട്ടോ? സരിതയല്ലേ പറയുന്നത്, വിശ്വസിച്ചേ പറ്റൂ. തിരുവഞ്ചൂരിന്റെ പോലീസുകാർക്ക് പോലും സരിതയെ വിശ്വാസമാണ്. പിന്നെയല്ലേ ബാക്കിയുള്ളവർ. എന്തായാലും കാത്തിരിപ്പ് മാത്രം ബാക്കി. ആകാംക്ഷയോടെ കാത്തിരുന്നവരോട് സിനിമ പ്രദർശിപ്പിക്കാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ശശി തരൂരിന്റെ ക്രിക്കറ്റ് മത്സരം. അല്ല, ഞാനൊരു ക്രിക്കറ്റ് ഫാൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെ അറിയാ? അതിങ്ങനെ ഈ കയ്യിലേക്ക് ഇട്ട് ഇങ്ങനെ അമ്മാനൊക്കെ ഒന്ന് കളിച്ച്, അപ്പൊ സാധാരണക്കാര് ടിക്കറ്റ് മേടിച്ച് ഇരിക്കുന്ന പോലെ ഞാനും ടിക്കറ്റ് മേടിച്ചു, അത്രേ ഉള്ളൂ.